ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു ചിക്കൻ ലെഗ് പീസിൻ്റെ ഫ്രൈ ആക്കാം. ചിക്കൻ കാൽ ഫ്രൈ എങ്ങനെ ഫ്രൈ നമുക്ക് നോക്കാം. അതിന് നല്ല ഒരു 10 ചിക്കൻ ലെഗ് പീസ് എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ വരയണം. വരഞ്ഞാൽ ഉപ്പ് എരിയതിനകത്ത് പിടിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അത് ഉപ്പ് എരി പിടിക്കത്തില്ല. ഇതുപോലെ നല്ലതുപോലെ വരഞ്ഞ് പ്ലേറ്റിൽ വെക്കണം. അതിനകത്ത് നമ്മൾ ഈ നാരങ്ങയില്ലേ, അരമുറി നാരങ്ങ ഉപ്പൂടെ ചേർക്കണം. അതിനോട് ചേർത്ത് അതിന് വേണ്ടി മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിലുള്ള മസാലകളാണ് നമ്മൾ എന്തൊക്കെയാണ്. ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്, 1 ടീസ്പൂൺ കാശ്മീരി മുളക്. പിന്നെ പെപ്പർ 1 ടേബിൾ സ്പൂൺ ആണ്. പെപ്പർ നല്ലതുപോലെ ആഡ് ചെയ്യണം. പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ ഒരു 4 പച്ചമുളക്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ നേരത്തെ കാണിച്ചത് ഇതില്ലേ, ഈ നാരങ്ങ നല്ലതുപോലെ പിഴിഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെക്കുക. ഈ ബാറ്റർ തയ്യാറാക്കിയിട്ട് നമുക്ക് ചിക്കൻ ലെഗ് പീസ് അതിനകത്ത് നന്നായിട്ടിട്ട് പരട്ടി വെക്കുക. ഓക്കെ. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ കാണിച്ച മസാലകളെല്ലാം മിക്സിക്കകത്ത് ഗ്രൈൻഡിങ് മെഷീനില്ലേ അതിനകത്ത് നന്നായിട്ട് അരയ്ക്കണേ. നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചതച്ച് മസാലകളെല്ലാം ചതച്ചിട്ട് അതിനകത്ത് നമ്മൾ നാരങ്ങ നീരും ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ ചേർക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ചേർക്കണം. ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യണം. 1/2 ടീസ്പൂൺ 1 ടീസ്പൂൺ ഓരോരുത്തർക്ക് ഇതനുസരിച്ച് വെച്ചാൽ ഒരു ബൈൻഡിങ് ഏജൻ്റായിട്ട് അത് പ്രവർത്തിക്കും. വെളിച്ചെണ്ണ ആഡ് ചെയ്യും. നന്നായിട്ട് ഇതിനകത്ത് ഈ മസാല പിടിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മസാലകൾ. ഇനി നമുക്ക് ഓരോ ചിക്കൻ എടുത്തിട്ട് നമുക്കിതിനകത്ത് പരട്ടി വെക്കാം. നല്ലതുപോലെ കൈവച്ച് തന്നെ ഇത് പരട്ടിയെടുക്കണം. ഹായ്, അപ്പം നമ്മുടെ ചിക്കൻ കാലുകളെല്ലാം മസാല പൊതിഞ്ഞ് നല്ല ഉടുപ്പ് പോലെ പൊതിഞ്ഞ് വെച്ചേക്കുക. നല്ല രസമുണ്ട് കാണാൻ അല്ലേ. ഇത് നമ്മൾ ആ വെളിച്ചെണ്ണയും കൂടെ ചേർത്തുകൊണ്ട് നന്നായിട്ട് ഇതിനകത്ത് അങ്ങ് പിടിച്ചിരിക്കും. അപ്പോൾ മസാല നന്നായിട്ട് പൊതിഞ്ഞിരിക്കും. ഇത് നമ്മളൊരു 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇത് അപ്പോഴത്തേക്ക് നന്നായിട്ട് ഈ മസാല അങ്ങ് പിടിക്കും. എന്നിട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ട് ചൂടാക്കി ഇതൊക്കെ ചെറുതായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ട് അതിൻ്റെ നല്ലതുപോലെ മസാല പിടിച്ചിരിക്കുക. അത് എന്താണെന്നറിയോ, ആ വെളിച്ചെണ്ണ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ആ വെളിച്ചെണ്ണയോടെ ചേരുമ്പോൾ നന്നായിട്ട് ഒരു ബൈൻഡിങ് ഏജൻ്റ് അത് പിടിച്ചിങ്ങനെ ഇരിക്കും. അപ്പോൾ കണ്ടോ, ശരിക്കും മസാലയൊക്കെ പിടിച്ച് നല്ല ഭംഗിക്ക് ഇരിക്കുന്നുണ്ടോ. ഇത് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് ഇനി 10 മിനിറ്റ് കഴിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ചിക്കൻ കാൽ ഫ്രൈ റെഡിയായി കേട്ടോ. അതുകൊണ്ട് കണ്ടാൽ തന്നെ കൊതി വരും. നല്ലതുപോലെ എണ്ണയിലിട്ട് മുരിച്ച് തിരിച്ചും മറിച്ചും ഒക്കെ എടുത്ത് സ്ലോ ഫയറിൽ ഇടണം. ആദ്യം ഒന്ന് ജസ്റ്റ് നല്ല ചൂടായിട്ട് പിന്നെ അത് എണ്ണ തിളച്ചിട്ട് പിന്നെ സ്ലോ ഫയറിലിട്ട് തിരിച്ച് മറിച്ചും ഇടണം. എന്നിട്ട് നമുക്ക് എന്താണ് അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ്. പിന്നെ സലാഡ് പോലെ ഇങ്ങനെ വെച്ചിട്ട് ചെറിയൊരു നാരങ്ങ വെച്ചിട്ടുണ്ട്. അത് പിഴിഞ്ഞ് വേണമെങ്കിൽ കഴിക്കാം, പച്ചമുളക് കൂട്ടി കഴിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. കണ്ടാൽ തന്നെ ഒരു സ്മെല്ല, കാണാൻ നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും അതിൽ നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക. ഓക്കെ, താങ്ക് യു ഓൾ. ഗോഡ് ബ്ലെസ് യു.